Astable multivibrator using 555 timer. അതിൻ്റെ ഇന്റേണൽ ഡയഗ്രാം വെച്ചിട്ട് അതിൻ്റെ വർക്കിംഗ് നമുക്ക് നോക്കാം. ആദ്യം തന്നെ ഇവിടെ കപ്പാസിറ്ററിൽ ചാർജ് ഉണ്ടാവില്ല. ദിസ് കപ്പാസിറ്റർ ഈസ് ഇനീഷ്യലി അൺചാർജ്ഡ്. ഇവിടെ കപ്പാസിറ്റർ ചാർജ് ഒന്നും ഇല്ല എന്ന് പറയുമ്പോൾ ഒബ്വിയസ്ലി അത് 1/3 VCCയുടെ താഴെ ആയിരിക്കും അവിടുത്തെ ചാർജ്. സോ ദാറ്റ് ദിസ് കമ്പാരറ്റർ ഈസ് ട്രിഗേർഡ് ആൻഡ് ദിസ് സെറ്റ്സ് ദിസ് SR ഫ്ലിപ്പ് ഫ്ലോപ്പ്. അപ്പോൾ ഇവിടെ ആദ്യം കപ്പാസിറ്ററിൽ ചാർജ് ഒന്നും ഉണ്ടാവില്ല, അതിനർത്ഥം 1/3 VCCയുടെ താഴെ ആയിരിക്കും വോൾട്ടേജ്. അപ്പോൾ ഈ കമ്പാരറ്റർ ട്രിഗർ ആവും ആൻഡ് ദിസ് വിൽ സെറ്റ്സ് ദിസ് ഫ്ലിപ്പ് ഫ്ലോപ്പ്. ഇവിടെ ഫ്ലിപ്പ് ഫ്ലോപ്പ് സെറ്റ് ആണെങ്കിൽ ഇവിടുത്തെ ക്യൂ ബാർ എന്തായിരിക്കും? 0 ആയിരിക്കും. ഇവിടുത്തെ Q1 ആയിരിക്കും, ക്യൂ ബാർ 0 ആയിരിക്കും. ഇവിടെ ക്യൂ ബാർ 0 ആവുമ്പോൾ ദിസ് 0 is passed through a inverting power amplifier so that our output will be 1. This capacitor starts charging through RA and RB resistors with current flowing from VCC. VCC യിൽ നിന്ന് through this RA and RB, this capacitor starts charging. The capacitor charges until its voltage reaches 2/3 VCC. ഇതിന്റെ ഈ കപ്പാസിറ്ററിന്റെ ചാർജ് 2/3 VCC എത്തുന്ന വരെ കപ്പാസിറ്റർ ചാർജ് ആവും. When VC is greater than or equal to 2/3 VCC, this upper comparator resets the flip flop. 2/3 VCCയോ അതോ അതിൽ കൂടുതലോ ഈ കപ്പാസിറ്റർ ചാർജ് ആയി കഴിഞ്ഞാൽ this upper comparator resets this flip flop. Q bar will be 1 and Q will be 0. And this one is passed through an inverting amplifier so that our output will be 0. Okay. ഇവിടെ Q bar 1 ആവുമ്പോൾ this Q1 transistor will be turned on, connecting the capacitor to ground through RB. ഇവിടെ Q bar 1 ആയി and this one will turns on this Q1 transistor so that ഈ കപ്പാസിറ്റർ ഗ്രൗണ്ടിലോ കണക്ട് ആവും through this RB. The capacitor begins to discharge through RB until its voltage drops below 1/3 VCC. ഈ കപ്പാസിറ്ററിലത്തെ വോൾട്ടേജ് RB വഴി ഡിസ്ചാർജ് ആവും. ഇപ്പൊ 2/3 VCC അവിടെ എത്തിയിട്ടുണ്ടല്ലോ വോൾട്ടേജ്. സോ എപ്പോഴാണോ ഈ 1/3 VCCയുടെ താഴോട്ട് പോകുന്നത്, ദിസ് ലോവർ കമ്പാരറ്റർ വിൽ സെറ്റ് ദിസ് ഫ്ലിപ്പ് ഫ്ലോപ്പ്. ലോവർ കമ്പാരറ്റർ ഫ്ലിപ്പ് ഫ്ലോപ്പ് സെറ്റ് ചെയ്യും. അപ്പൊ എന്ത് വരും? Q1 വരും, Q bar 0 ആവും and this 0 will be passed through an inverting power amplifier and our output will be 1 and this cycle repeats. ഇങ്ങനെയാണ് Astable മൾട്ടിവൈബ്രേറ്റർ വർക്ക് ചെയ്യുന്നത്. അപ്പൊ ആദ്യം തന്നെ ഈ കപ്പാസിറ്ററിൽ ചാർജ് ഒന്നും ഉണ്ടാവില്ല, അതായത് 1/3 VCCയുടെ താഴെയാണ് ഈ കപ്പാസിറ്ററിന്റെ ചാർജ്. അതുകൊണ്ട് ലോവർ കമ്പാരറ്റർ ട്രിഗർ ആവും. ലോവർ കമ്പാരറ്റർ എന്ത് ചെയ്യും? ഈ ഫ്ലിപ്പ് ഫ്ലോപ്പ് സെറ്റ് ചെയ്യും. സെറ്റ് ചെയ്ത് കഴിയുമ്പോൾ Q bar 0 ആയിരിക്കും and output will be 1 and this capacitor starts to charge through this RA and RB from this VCC. VCC നിന്ന് ഈ കപ്പാസിറ്റർ ചാർജ് ആവും. എപ്പോഴാണോ ചാർജ് ആയി 2/3 VCCയോ അതിൽ കൂടുതലോ എത്തുന്നത്, this upper comparator will resets this flip flop and the Q bar will be 1 and output will be 0 and this 1 from this Q bar will turns on this Q1 transistor so that this capacitor is connected to ground through this RB and this capacitor starts to discharge through this RB and whenever the voltage across the capacitor drops below 1/3 VCC, this lower comparator will set this flip flop and the Q bar will be 0 and output will be 1 and this cycle repeats.